ഹായ് ഗായ്സ്, ഇന്നൊരു വാട്ടായി ഈറ്റിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് രാവിലെ ഹസ്ബൻഡിനെ ഒന്ന് കൊണ്ടാക്കി കൊടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അരിപ്പത്തിരി, പിന്നെ ബീഫൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ ബീഫ് വരട്ടിയതും പിന്നെ ബോട്ടി വരട്ടിയതും ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല പാൽച്ചായയും, അടിപൊളി കോമ്പിനേഷൻ. ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ലഞ്ചിന് വന്നപ്പോൾ ഇതാ നല്ല മാങ്ങ അച്ചാറും പിന്നെ മുരിങ്ങക്കായ കറി, പിന്നെ പയർ ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ ഈ ചെറിയ ഉള്ളി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ലഞ്ചിൻ്റെ കൂടെ ഈ ചെറിയ ഉള്ളി കടിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ രാവിലത്തെ അതേ ബോട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് ഇതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മധുരം ഇടയ്ക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇതാ നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടുള്ള ബട്ടർ പുഡിംഗ് ആണ്. ഭയങ്കര രസമായിട്ടത് കഴിക്കാൻ. പിന്നെ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയതിന് ശേഷം നമ്മൾ സല്ലു വരാനായി തുടങ്ങിയപ്പോൾ ഞാൻ അവനക്കൊരു മിക്സ്ചർ ന്യൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ തന്നെയാണ് കേട്ടോ ഫ്ലേവറൊക്കെ ചേർത്തത്. ഒരു പ്ലെയിൻ ന്യൂഡിൽസാണ്. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അതിൻ്റെ കൂടെ ഒരു നല്ലൊരു പാൽച്ചായം കൂട്ടി കഴിച്ചു. പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ടാണ്. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഇതാ ഉമ്മ നല്ല സ്റ്റീമൊക്കെ ചെയ്തിട്ടുള്ള ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു പൂവട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സാധാരണ ഇങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ രാത്രി ആയപ്പോൾ ഇതാ മഴ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല തണുത്ത കാറ്റും മഴയൊക്കെ വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊത്തിപ്പെറുക്കി കഴിക്കണമെന്ന് തോന്നിയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു മാങ്ങ കഴുകി ചെത്തി അരിഞ്ഞു കൊണ്ട് വാന്ന്. അങ്ങനെ ഇതാ ഞങ്ങൾ അതും കൊണ്ട് സിറ്റ് ഔട്ടിൽ വന്ന് എല്ലാവരും കൂടെ ഇരുന്ന് മഴയൊക്കെ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. സല്ലു അങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കാനൊന്നും കൂട്ടാക്കാറില്ല. പക്ഷേ ഈ പ്രാവശ്യത്തെ മാങ്ങ സീസൺ വന്നപ്പോൾ അവന് മാങ്ങ കഴിക്കുന്നുണ്ട് കേട്ടോ, മാഷാ അല്ലാ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബായ്.